ഇന്ന് ദോശയാണ്. ഞങ്ങൾക്ക് ദോശയാണ് കേട്ടോ. ദോശ ചുട്ടു, അവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടിയതാണ്. ദോശ ചുട്ടു. ഇനിയിപ്പോൾ കറി ഇതാണ്. തക്കാളി കൊണ്ട് ഒരു സൂപ്പർ ഡിഷ്. തക്കാളി, മഞ്ഞൾ, മുളക് മഞ്ഞളൊക്കെ ഇട്ട് ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം വെള്ളുള്ളി, ഒരു കഷ്ണം മല്ലിച്ചപ്പ്, ഒരു കഷ്ണം കറിവേപ്പില, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ഡിഷാണ് കേട്ടോ. സൂപ്പറാണ്. നിങ്ങളിത് കൂട്ടി കഴിച്ചാൽ നിങ്ങൾക്ക് മതിയാവില്ല, അത്രയ്ക്കും ടേസ്റ്റായിരിക്കും. ദോശയും നമ്മുടെ തക്കാളിയുടെ ഇതും, ഞങ്ങൾ പറയുക മുളയിഷെന്ന്, തക്കാളി കൊണ്ട് മുളയിഷ് ഉണ്ടാക്കുകയെന്ന് പറയും. രാവിലത്തെ ദോശയാണ് കേട്ടോ. ദോശ കറി ഇവൻ്റെയൊക്കെ കഴിച്ചു പോയി. ഇനി ഞാനിപ്പോൾ കഴിക്കാൻ പോവുകയാണ്. ഇനി ഒരു ദോശയും കൂടി എടുക്കാൻ, ഞാൻ 2-3 ദോശ, ഇതിനൊക്കെ നമുക്ക് 3 ദോശ, അത്രയും ഇതിൻ്റെ കൂടെ അത്രയും ദോശ കഴിക്കാൻ പറ്റും കേട്ടോ. അത്രയും നല്ല ടേസ്റ്റായിരിക്കും ഇതിന്. 3-4 ദോശ എടുത്തിട്ടുണ്ട്. കറി ഇതാ കണ്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നുന്നു. സൂപ്പർ കറിയാട്ടോ. നല്ല കറി ഇതിലുണ്ട്, ഇനിയുണ്ട്. നല്ല സൂപ്പറാണ്. ഇതിൽ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ചേർത്ത് ദോശയ്ക്ക് കഴിച്ച് നോക്കൂ. രാവിലെ തന്നെ വെറുതെ തേങ്ങാ ചമ്മന്തി അരച്ച് കൂട്ടണ്ട, ഷുഗറൊക്കെ കൂട്ടണ്ട, വെറുതെ ഇത് ഉണ്ടാക്കി കഴിച്ചാൽ മതി. നമുക്ക് ഹെൽത്തിനും ആരോഗ്യത്തിനും നല്ലതാണ്. ഇത് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റും കിട്ടും, എല്ലാത്തിനേക്കാട്ടും ടേസ്റ്റ് കിട്ടും. സൂപ്പറാണ് കേട്ടോ. ഇനിയും ദോശ ചുടാനുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ചുടാമെന്ന് വിചാരിക്കുകയാണ്. ഒന്നുകൂടി ചുട്ട് വെക്കാം അല്ലേ. നന്നായിട്ട് പരത്തുക. ഇതുമാതിൽ റൗണ്ടിൽ ദോശ ഇങ്ങനെ പരത്തിയെടുക്കുക. ചില സമയം കുറച്ച് റൗണ്ടൊക്കെ തെറ്റിപ്പോവും കേട്ടോ. ദോശക്ക് വിചാരിച്ച പോലെ വരില്ല, കുറച്ച് റൗണ്ടൊക്കെ തെറ്റി ഇവിടെ ഒരു ആകൃതിയൊക്കെ വരും. അത് കുഴപ്പമില്ല കേട്ടോ, നമ്മൾ കഴിക്കുന്ന സാധനമല്ല. നമുക്ക് അങ്ങനെ റൗണ്ടിൽ ലെവലായിട്ട് വരണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഭാര്യയ്ക്കുമ്പോൾ ഗസ്റ്റൊന്നുമില്ല, നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ അത്ര വലിയ ഇതൊന്നും വേണ്ട, ആകൃതിയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ അങ്ങ് കഴിക്കാം അല്ലേ. ഇത്ര മതി. അപ്പോൾ നമ്മുടെ ദോശയും നമ്മുടെ ഡിഷും, തക്കാളി ഡിഷും കൂട്ടി നമുക്കിനി ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. ഓക്കേ, നല്ല സൂപ്പറായിരിക്കാം. സൂപ്പറായ ഇത് 2 ഇന്നത്തെ. ഇനിയിപ്പോൾ ചായ ഒഴിക്കണം. ഓക്കെ ഗേസ്, നമുക്കിത് കഴിക്കാൻ പോവാം. എനിക്കൊരു ദോശ കൂടി വേണം കേട്ടോ, ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കട്ടെ. ഉണ്ടോ, ഞാൻ പറഞ്ഞില്ലേ തിന്നാനൊന്നും നമുക്ക് മതിയാവില്ല, അത്രയ്ക്കും ടേസ്റ്റുള്ള ദോശയാണ് ഇത്. ദോശ ഡിഷാണിത് കേട്ടോ. ഇത് കൂട്ടിയാലൊന്നും നമുക്ക് മതിയാവില്ല, അത്രയ്ക്കും ടേസ്റ്റായിരിക്കും. ഓക്കെ, ശരി. ഇനി ഞാനിന്ന് ഇത് കഴിക്കാൻ പോവുകയാണേ. നിങ്ങളെല്ലാം ക്ഷണിക്കുന്നു, എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ. ഈ ദോശയും നമുക്ക് ഈ തക്കാളി ഡിഷും കഴിക്കാം. ഓക്കെ ഗേസ്, ഓക്കെ ഓക്കെ. ഞാനിത് കഴിക്കട്ടെ. ശരി, വാ നമുക്ക് കഴിക്കാം. ഓക്കെ, ഈ ഡിഷ് ഉണ്ടാക്കുന്നത് ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തരാം കേട്ടോ. 8 പ്രാവശ്യം കൂടി പറഞ്ഞു തരാം. ഇത് തക്കാളി മുറിച്ചിട്ട്, തക്കാളി ഒരു കഷ്ണം ഉള്ളിയും കൂടി മുറിച്ചിട്ട്, അതിലേക്ക് ഇത്തിരി മഞ്ഞൾ, മുളക്, പാകത്തിന് ഉപ്പ്, ഇത് 3 ചേർക്കുക. നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു വറലിടുക, ഒരു കടുക് മുളക് പൊട്ടിച്ച് വറലിടുക. അടുപ്പത്ത് വറലിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി അത് ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ച് ആവിയിലൊന്ന് വേവും. വേവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തിരി കരിവേപ്പില, മല്ലിച്ചപ്പ് ഇതൊക്കെ എടുത്ത് വെക്കുക. വറവിട്ട് ഇത് അതിലേക്ക് നന്നായി മൂടി വെച്ച് ആവിയിലൊന്ന് വെന്ത് നല്ല നീര് വരും. നമ്മൾ വെള്ളമൊന്നും അധികം ഒഴിക്കണ്ട, നല്ല നീര്. ഇതൊക്കെ ഈ തക്കാളിയുടെ നീരാണ് കേട്ടോ, തക്കാളീൻ്റെ ഉള്ളിൻ്റെ നീര് വന്നതാണിത്. ആവിയിൽ നന്നായിട്ട് വേവ് വന്ന് നന്നായിട്ട് ഉടച്ച് നല്ല ഇതുമാതിരിയാക്കിയെടുത്ത് കരിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതുമാതിരിയുള്ളൊരു ഡിഷായിട്ട് എടുക്കുക കേട്ടോ. ഓക്കെ, ഇത് ഞാനൊന്നുകൂടി പറഞ്ഞു തന്നാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇടണേ.
നന്നായിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ഉറപ്പ് അറിയാം, 100% നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, ശരി. എന്നാൽ പിന്നെ ഞാൻ ദോശ തിന്നട്ടെ. കുറേ നേരമായി ദോശ തിന്നാൻ എടുത്തു വെച്ചിട്ട്. ഇനിയിപ്പോൾ കഴിക്കട്ടെ. ഓക്കെ, ബൈ.